നമസ്കാരം. UGC നെറ്റ് ആദ്യത്തെ യൂണിറ്റ് വേദ, അതിലെ വൈദിക സാഹിത്യസ്യ സാമാന്യ പരിചയ എന്നുള്ള ഭാഗത്തു നിന്നുള്ള അത് നോക്കാം. ഋഗ്വേദ പരിചയ എന്നുള്ളത് നോക്കി, അടുത്തത് സാമവേദ പരിചയ. അപ്പോൾ ഗാനാത്മകമായിട്ടുള്ള വേദഭാഗത്തെയാണ് സാമവേദം എന്ന് പറയുക എന്ന് പറഞ്ഞു. യജ്ഞേ ചത്വാരോ ഋത്വിജോ ഭവന്തി. യജ്ഞത്തിൽ 4 ഋത്വിക്കുകളാണ് ഉണ്ടാവുക. ഋത്വിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു യാഗം ചെയ്യുമ്പോൾ അതിൽ പല പല ക്രിയാഭാഗങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട ആളുകൾ, അവരെയാണ് ഋത്വിക്ക് എന്ന് പറയാം. അപ്പോൾ ഒരു യാഗത്തിൽ അല്ലെങ്കിൽ യജ്ഞത്തിൽ 4 ഋത്വിക്കുകളാണ് ഉണ്ടാവുക. ഹോത, അധ്വർയുഹു, ഉദ്ഗാത, ബ്രഹ്മ. ഹോതാവ് ഉണ്ടാവും, അധ്വർയു ഉണ്ടാവും, ഉദ്ഗാതാവ് ഉണ്ടാവും, ബ്രഹ്മൻ ഉണ്ടാവും. ഹോത ആഹ്വാനകർത്ത. ഹോത എന്ന് പറഞ്ഞാൽ ആഹ്വാനം ചെയ്യുന്ന ആൾ, അതാണ് ഹോത. സഹി യജ്ഞാവസരേ പ്രക്രാന്ത ദേവതാനാം പ്രശംസായാം രചിതാൻ മന്ത്രാൻ ഉച്ചരയൻ ദേവത ആഹ്വയതി. അതായത് യജ്ഞത്തിൽ സ്തുതിക്കുന്ന ദേവതകളെ അല്ലെങ്കിൽ ഉപാസിക്കുന്ന ദേവതകളെ ആ ദേവതമാരെ പ്രശംസിച്ചു കൊണ്ട് എഴുതിയിട്ടുള്ള മന്ത്രങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് ദേവതകളെ ആഹ്വാനം ചെയ്യാണ്. ആഹ്വയതി. തത്കാര്യായ സങ്കലിത മന്ത്രാഹ സ്തുതിരൂപതയാ ഋജഃ സമാഖ്യാതാഹ തേഷാം സംഗ്രഹ എവ ഋഗ്വേദഃ. അപ്പോൾ ഇങ്ങനെ ദേവതകളെ സ്തുതിക്കാൻ വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങൾ, അവയെ സംഗ്രഹിച്ചു വച്ചിരിക്കുന്നതിനെയാണ് ഋഗ്വേദം എന്ന് പറയുന്നത്. അധ്വർയുർ വിധിവദ് യജ്ഞം സമ്പാദയതി. അപ്പോൾ ഹോതാവിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഋഗ്വേദത്തിൻ്റെ ഋത്വിക്കാണ് ഹോതാവ്. അധ്വർയുർ വിധിവദ് യജ്ഞം സമ്പാദയതി. വിധി പോലെ യജ്ഞത്തെ അനുഷ്ഠിക്കുകയാണ്. ഒരു യജ്ഞത്തിൽ വളരെയധികം റോളുകളുള്ള ഒരു ഋത്വിക്കാണ് അധ്വർയു എന്ന് പറയുന്നത്. തത്ര ആവശ്യക മന്ത്ര യജുംഷി. അപ്പോൾ അധ്വർയുവിന് വേണ്ട പ്രധാനപ്പെട്ട മന്ത്രങ്ങളാണ് യജുർവേദ മന്ത്രങ്ങൾ. തത് സംഗ്രഹോ യജുർവേദ. ഉദ്ഗാത. അപ്പോൾ യജുർവേദത്തിൻ്റെ ഋത്വിക്കാണ് അധ്വർയു എന്ന് കിട്ടി. ഇനി ഉദ്ഗാത ഉച്ചസ്വരേണ ഗാനകർത്ത. സഹി സ്വരബദ്ധാൻ മന്ത്രാൻ ഉച്ചൈർ ഗായതി. സ്വരബദ്ധങ്ങളായിട്ടുള്ള മന്ത്രങ്ങളെ ഉച്ചത്തിൽ ഗാനം ചെയ്യുന്നു ആര്? ഉദ്ഗാതാവ്. തദപേക്ഷിത മന്ത്രസംഗ്രഹ. അങ്ങനെ ഗാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളെയൊക്കെ സംഗ്രഹിച്ചു വച്ചിരിക്കുന്നത് എവിടെയാണ്? സാമവേദത്തിലാണ്. ബ്രഹ്മ യജ്ഞ നിരീക്ഷക. ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ ഒരു ഋത്വിക്കുണ്ട്. അത് അദ്ദേഹം യജ്ഞത്തെ നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നു. കൃതാകൃതാവേക്ഷണ കർമ്മ സഹി സർവവിധ മന്ത്രജ്ഞ തദപേക്ഷിതോ മന്ത്രരാശിരഥർവവേദ ഇതി കഥ്യത്തെ. ഈ ബ്രഹ്മൻ എന്ന് പറയുന്ന ഋത്വിക്ക് എല്ലാ വിധ മന്ത്രങ്ങളെയും അറിയുന്ന ആളാണ്. യജ്ഞത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയോ തെറ്റോ എന്നെല്ലാത്തിനെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇതിന് വേണ്ടതായിട്ടുള്ള മന്ത്രങ്ങൾ എവിടെയുണ്ടോ അതിനെയാണ് അഥർവവേദം എന്ന് പറയുന്നത്. സാമവേദസ്യ ഗാനപ്രചുരത പ്രഥിത ഋച ഏവ ഗീയന്തെ. സാമവേദേ, അതായത് സാമവേദം ഗാനപ്രധാനമാണ് എന്നുള്ളത് വളരെ പ്രസിദ്ധമാണ്. ഋക്കുകൾ തന്നെയാണ് ഗാനമായിട്ട് ചൊല്ലുന്നത്. സാമവേദത്തിൽ 1549 മന്ത്രങ്ങളുണ്ട്. അതിൽ 75 മന്ത്രങ്ങൾ ഈദൃശായി ഋഗ്വേദേന പ്രാപ്യത്തെ, ഋഗ്വേദത്തിൽ ഉള്ളതാണ്. ശേഷാഹ സർവേപി ഉഭയവേദ സാധാരണാഹ ഋഗ്വേദേ ന പ്രാപ്യത്തെ. അതായത് ഇതിൽ 1549 മന്ത്രങ്ങളിൽ 75 മന്ത്രങ്ങൾ ഋഗ്വേദത്തിലില്ല. ബാക്കിയുള്ളതൊക്കെ ഋഗ്വേദത്തിലുള്ളത് തന്നെയാണ് എന്നാണ് പറയുന്നത്. സാമവേദാഗത മന്ത്രാണാം സപ്തസ്വരാഹ യതസ്തേ ഗീയന്തെ ഋഗ്വേദേ പുനസ്തേഷാമേവ മന്ത്രാണാം ത്രയേവ സ്വരാഹ ഏതാവാനേവ ഉഭയവേദസാധാരണാനാം സാമമന്ത്രാണാം ഋഗ്വേദമന്ത്രഭ്യോ ഭേദഃ. സാമവേദ മന്ത്രങ്ങൾ ചൊല്ലുന്നതിന്
സാമവേദത്തിൽ 7 സ്വരങ്ങളുണ്ട്, സപ്തസ്വരങ്ങളുണ്ട്. പക്ഷേ ഋഗ്വേദത്തിൽ ഈ മന്ത്രങ്ങൾ തന്നെ ചൊല്ലാൻ 3 സ്വരങ്ങളേ ഉള്ളൂ. ഇതാണ് ഋഗ്വേദവും സാമവേദവും തമ്മിലുള്ള വ്യത്യാസം. സാമവേദോ ദ്വിധാ വിഭജ്യത്തെ പൂർവാർച്ചികം ഉത്തരാർച്ചികം ച. സാമവേദത്തിനെ 2ആയിട്ട് വിഭജിക്കുന്നു, പൂർവാർച്ചികം ഉത്തരാർച്ചികം എന്നിങ്ങനെ. പൂർവാർച്ചികമേവ ഛന്ദഃ ഛന്ദസി ഛന്ദസികാ ചേതി ത്രിഭിരപി നാമഭിരഭിധീയത്തെ. ഈ പൂർവാർച്ചികം ഛന്ദഃ എന്നറിയപ്പെടുന്നു, ഛന്ദസി എന്നറിയപ്പെടുന്നു, ഛന്ദസിക എന്ന് ഇങ്ങനെ 3 നാമത്തിൽ അറിയപ്പെടുന്നു. വിഷയാനുസാരം പൂർവാർച്ചികം ചതുർഷു ഭാഗേഷു വിഭജ്യത്തെ. വിഷയമനുസരിച്ച് പൂർവാർച്ചികം 4 ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നു. ആഗ്നേയപർവ അഗ്നിസംബന്ധിനീഭിർ ഋഗ്ഭിരുപേതം. അഗ്നിസംബന്ധമായിട്ടുള്ള മന്ത്രങ്ങളെ ഉള്ളതാണ് ആഗ്നേയപർവ. ഐന്ദ്രപർവ ഇന്ദ്രസംബന്ധിനീഭിർ ഋഗ്ഭിർയുക്തം. ഇന്ദ്രസംബന്ധിയായിട്ടുള്ള ഋക്കുകളെ കൊണ്ട് യുക്തമായതാണ്. ഇനി 3-ാമത്തേത് പവമാനപർവ, ഇത് സോമവിഷയകമാണ്. 4-ാമത്തേത് ആരണ്യകപർവ ച. അപ്പോൾ സാമവേദത്തിനെ പൂർവാർച്ചികം ഉത്തരാർച്ചികം എന്ന് 2ആയിട്ട് വിഭജിക്കുന്നുണ്ട്. പൂർവാർച്ചികത്തിന് ഛന്ദഃ ഛന്ദസി ഛന്ദസിക എന്നൊക്കെ പേരുകളുണ്ട്. വിഷയാനുസാരം പൂർവാർച്ചികത്തെ 4 ഭാഗമായിട്ട് വിഭജിക്കുന്നു. ആഗ്നേയപർവ, ഐന്ദ്രപർവ, പവമാനപർവ, ആരണ്യകപർവ. ഉത്തരാർച്ചികന്തു അനുഷ്ഠാന നിർദ്ദേശകം. അനുഷ്ഠാനത്തെ നിർദ്ദേശിക്കുന്നതാണ് ഉത്തരാർച്ചികം. തസ്യ ബഹവോ വിഭാഗാഃ ദശരാത്രം സംവത്സരം ഐകാഹം അഹീനം സത്രം പ്രായശ്ചിത്തം ക്ഷുദ്രം ചേതി പ്രമുഖാസ്തത്ര ഭേദാഃ. ഒരുപാട് വിഭാഗങ്ങൾ ഇതിൽ വരുന്നുണ്ട് ഉത്തരാർച്ചികത്തിൽ. ദശരാത്രം, സംവത്സരം, ഐകാഹം അഹീനം സത്രം പ്രായശ്ചിത്തം ക്ഷുദ്രം എന്നിങ്ങനെയൊക്കെ ഭേദത്തിൽ. അപ്പം ഇങ്ങനെയാണ് സാമവേദത്തിൻ്റെ പരിചയം പറയുന്നത്. അപ്പോൾ ഇതുവരെ എന്താണ് പറഞ്ഞത്? ആദ്യം തന്നെ ഋത്വിക്കുകളെ പറ്റി പറഞ്ഞു. ഒരു യജ്ഞത്തിൽ 4 തരം ഋത്വിക്കുകളുണ്ട്. ഹോതാവ്, അധ്വർയു, ഉദ്ഗാത, ബ്രഹ്മ. അതിൽ ഹോതാവ് ഋഗ്വേദ സംബന്ധിയായിട്ടുള്ള ഋത്വിക്കാണ്. അധ്വർയു യജുർവേദ സംബന്ധിയായിട്ടുള്ള ഋത്വിക്കാണ്. ഉദ്ഗാതാവ് സാമവേദ സംബന്ധിയാണ്. ബ്രഹ്മൻ അഥർവവേദ സംബന്ധിയാണ്. അപ്പോൾ സാമവേദത്തിൽ 1549 മന്ത്രങ്ങളുണ്ട്. അതിൽ 75 മന്ത്രങ്ങൾ ഒഴികെ ബാക്കിയുള്ളതൊക്കെ ഋഗ്വേദത്തിലാണ്. സാമവേദത്തിൽ 7 സ്വരങ്ങളുണ്ടെങ്കിൽ ഋഗ്വേദത്തിൽ 3 സ്വരങ്ങളേ ഉള്ളൂ. സാമവേദം 2ആയിട്ട് വിഭജിക്കുന്നു, പൂർവാർച്ചികം ഉത്തരാർച്ചികം. പൂർവാർച്ചികത്തിന് ഛന്ദഃ ഛന്ദസി ഛന്ദസിക എന്നൊക്കെ 3 പേരുകളുണ്ട്. വിഷയാനുസാരം പൂർവാർച്ചികം 4 ഭാഗങ്ങളിൽ വിഭജിക്കുന്നു. ആഗ്നേയപർവ, ഐന്ദ്രപർവ, പവമാനപർവ, ആരണ്യകപർവ. ഉത്തരാർച്ചികം അനുഷ്ഠാന നിർദ്ദേശകമാണ്. അതിന് ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ദശരാത്രം, സംവത്സരം, ഐകാഹം, അഹീനം, സത്രം, പ്രായശ്ചിത്തം, ക്ഷുദ്രം എന്നൊക്കെ. അപ്പം ഇത്രയാണ് സാമവേദത്തിൻ്റെ പരിചയം പറയുന്നത്. ഇനി യജുർവേദ പരിചയ. യജുർവേദത്തെ പരിചയപ്പെടാം. യജുംഷി ഗദ്യാനി. അപ്പം ഗദ്യരൂപത്തിലുള്ളതാണ് യജുർവേദമെന്ന് പറഞ്ഞു. അധ്വർയുണ യജ്ഞേ ഉപയുജ്യമാനാ മന്ത്ര ഏവാത്ര യജുർവേദേ സങ്കലിതാഃ. യജ്ഞസ്യ വാസ്തവികം വിധാനം അധ്വർയുരേവ കരോതി അതോയം യജുർവേദോ യജ്ഞവിധേരതിസന്നികൃഷ്ടം സംബന്ധം രക്ഷതി. നമ്മൾ പറഞ്ഞു യജ്ഞത്തിൽ അധ്വർയു എന്ന ഋത്വിക്ക് ഉപയോഗിക്കുന്ന മന്ത്രങ്ങളാണ് യജുർവേദ മന്ത്രങ്ങൾ. അപ്പോൾ അധ്വർയു ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഋത്വിക്ക് യാഗത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ യജ്ഞത്തിലെ സംബന്ധിച്ച് യജുർവേദം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. യജുർവേദോ ദ്വിപ്രകാരകഃ കൃഷ്ണയജു ശുക്ലയജുശ്ച. യജുർവേദം 2 തരത്തിലുണ്ട്, കൃഷ്ണയജുർവേദമെന്നും ശുക്ലയജുർവേദമെന്നും. പൗരാണികാഃ കഥയന്തി വ്യാസോ വൈശമ്പായനായ വേദം പ്രോവാച സ സ്വശിഷ്യായ യാജ്ഞവൽക്യായ കുതോപി കാരണാത് ദൃഷ്ടോ വൈശമ്പായനോ യാജ്ഞവൽക്യമുവാച ദേഹി മദദധീതം വേദമിതി യാജ്ഞവൽക്യോ ഗുരുവചനപാലനായ തതോധീതം വേദം സദ്യോ വാന്തവാൻ. അന്യേ വൈശമ്പായന ശിഷ്യാസ്തിത്തിരിരൂപം ധൃത്വാ യാജ്ഞവൽക്യേന വാന്തം വേദം ഗൃഹീതവന്തഃ സ ഏവായം വാന്തഗൃഹീതോ വേദഃ കൃഷ്ണയജുർവേദഃ. അതായത് പൗരാണികമായിട്ടൊരു കഥ പറയുന്നുണ്ട്. വ്യാസൻ വൈശമ്പായനന് വേദം പഠിപ്പിച്ചു കൊടുത്തു.
വൈശമ്പായനൻ തൻ്റെ ശിഷ്യനായിട്ടുള്ള യാജ്ഞവൽക്യന് പഠിപ്പിച്ചു കൊടുത്തു. എന്തോ ഒരു കാരണം കൊണ്ട് കോപം പൂണ്ട വൈശമ്പായനൻ യാജ്ഞവൽക്യനോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് പഠിച്ച വേദം ഇങ്ങോട്ട് തരൂ, തിരിച്ചു തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ യാജ്ഞവൽക്യൻ ഗുരുവചനം പാലിക്കാൻ വേണ്ടിയിട്ട് താൻ ഗുരുവിൽ നിന്ന് പഠിച്ച വേദത്തെ മുഴുവൻ അവിടെ ഛർദ്ദിച്ചു എന്ന് പറയുന്നു. അപ്പോൾ വൈശമ്പായനൻ്റെ മറ്റ് ശിഷ്യന്മാർ തിത്തിരി പക്ഷിയുടെ രൂപത്തിൽ വന്നിട്ട് യാജ്ഞവൽക്യൻ ഛർദ്ദിച്ചതായിട്ടുള്ള വേദത്തെ സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ച വേദമാണ് കൃഷ്ണയജുർവേദം എന്നൊരു കഥാപൗരാണികന്മാർ പറയുന്നു. വൈശമ്പായനെ കുപിതേ തതോധീതം വേദം വിസൃജ്യ യാജ്ഞവൽക്യഃ പുനർവേദാധിഗതയെ സൂര്യമാരാധയാമാസ. തതശ്ച വേദമാപ തതോയം വേദഃ ശുക്ലയജുർവേദനാംന അപ്രഥത. അനയോർവേദയോർ മഹദന്തരം. വൈശമ്പായനൻ കുപിതനായപ്പോൾ യാജ്ഞവൽക്യൻ താൻ പഠിച്ച വേദം മുഴുവൻ കൊടുത്തുല്ലോ, തിരിച്ചു കൊടുത്തു. അപ്പോൾ വീണ്ടും വേദം പഠിക്കാൻ വേണ്ടിയിട്ട് യാജ്ഞവൽക്യൻ സൂര്യദേവനെ ആരാധിച്ചു. അങ്ങനെ സൂര്യനിൽ നിന്ന് വേദം യാജ്ഞവൽക്യന് കിട്ടി. ആ വേദം ശുക്ലയജുർവേദം എന്നറിയപ്പെട്ടു. ശുക്ലയജുർവേദവും കൃഷ്ണയജുർവേദവും തമ്മിൽ നിരവധി വ്യത്യാസങ്ങളുണ്ട്. ശുക്ലയജുർവേദേ വിനിയോഗവാക്യരഹിതാഃ കേവലാ മന്ത്രാ വിദ്യന്തെ. കൃഷ്ണയജുർവേദേ തു വിനിയോഗവാക്യാനി മന്ത്രാശ്ച. ശുക്ല യജുർവേദത്തിൽ വിനിയോഗവാക്യങ്ങളില്ല, കേവലം മന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. കൃഷ്ണയജുർവേദത്തിൽ വിനിയോഗവാക്യങ്ങളുണ്ട്, മന്ത്രങ്ങളുണ്ട്. അത് മീമാംസയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതോ അമിശ്രിതരൂപതയാ ശുക്ലയജുർവേദഃ മിശ്രിതരൂപതയാ ച കൃഷ്ണയജുർവേദ ഇതി സംജ്ഞാ ജാതേത്യപി ലോകാഃ കഥയന്തി. അപ്പോൾ ചില ആളുകൾ പറയുന്നു ഇങ്ങനെ വേറെ ഒന്നും മിശ്രണം ചെയ്തിട്ടില്ല, കൂട്ടിക്കലർത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് ശുക്ലയജുർവേദമെന്നും, എന്നാൽ വിനിയോഗവാക്യങ്ങളും മന്ത്രങ്ങളും ഒക്കെ കൂട്ടിക്കലർത്തി എന്നുള്ള അർത്ഥത്തിൽ കൃഷ്ണയജുർവേദം എന്നും പേര് വന്നുവെന്ന് ചിലർ പറയുന്നു. സോയം യജുർവേദ. ഈ യജുർവേദത്തിൽ ഇപ്പോൾ ശുക്ലയജുർവേദത്തിൻ്റെ കാര്യം പറയാണ്. ശുക്ലയജുർവേദത്തിൽ 40 അധ്യായങ്ങളുണ്ട്, 303 അനുവാകങ്ങളുണ്ട്, 1975 ഖണ്ഡികകളുണ്ട്, അതായത് മന്ത്രങ്ങൾ, 29,625 ശബ്ദങ്ങളുണ്ട്, 88,875 അക്ഷരങ്ങളുണ്ട്. അസ്യ വേദസ്യ പ്രഥമോധ്യായേ ദർശപൗർണമാസൗ ദ്വിതീയേ പിണ്ഡപിതൃയജ്ഞഃ തൃതീയേ അഗ്നിഹോത്രം ചാതുർമാസ്യേഷ്ടിഃ ചതുർത്ഥാധ്യായാദഷ്ടമാധ്യായപര്യന്തം അഗ്നിഷ്ടോമവിധാനം സോമയാഗഃ നവമേ വാജപേയോ രാജസൂയശ്ച ദശമേ സൗത്രാമണിഃ ഏകാദശാധ്യായാദഷ്ടാദശാധ്യായപര്യന്തം അഗ്നിശയനം ഉഖാഭരണം ചിതയഃ രുദ്രഃ ശതരുദ്രിയം വസോർധാര രാഷ്ട്രഭ്രജ. അതായത് ഇതിലെ വിഷയങ്ങൾ പറയാണ്. ഈ ശുക്ലയജുർവേദത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ ദർശപൗർണമാസം, രണ്ടാമത്തെ അധ്യായത്തിലെ പിണ്ഡപിതൃയജ്ഞം, മൂന്നാമത്തേതിൽ അഗ്നിഹോത്രം ചാതുർമാസ്യേഷ്ടിഃ, നാലാമത്തെ ചതുർത്ഥാധ്യായാദഷ്ടമാധ്യായ പര്യന്തം, നാലാമത്തെ അധ്യായം തൊട്ട് 8ാമത്തെ അധ്യായം വരെ അഗ്നിഷ്ടോമവിധാനം സോമയാഗഃ ഇത് വർണ്ണിക്കുന്നു. 9ാമത്തെ അധ്യായത്തിലെ വാജപേയഃ രാജസൂയശ്ച വർണ്ണിക്കുന്നു. 10 സൗത്രാമണിഃ, 11 തൊട്ട് 18 വരെയുള്ള അധ്യായങ്ങളിൽ അഗ്നിചയനം, ഉഖാഭരണം, ചിതയഃ, രുദ്രഃ, ശതരുദ്രിയം, വസോർധാര, രാഷ്ട്രഭൃത് ഇതൊക്കെ വർണ്ണിക്കുന്നു. 19-തമാധ്യായാത് 19ാം അധ്യായം തൊട്ട്
പരിശിഷ്ടം ആരഭ്യത്തെ പരിശിഷ്ടം തുടങ്ങുന്നു. വിംശേ ഏകവിംശേ ച 20-ലും 21-ലും സോമസമ്പാദന വിധി പറയുന്നു. തദനു പഞ്ചവിംശതി പര്യന്തം അശ്വമേധ 25 വരെ അശ്വമേധം പറയുന്നു. തതശേഷേ ഭാഗേ പുരുഷമേധ സർവമേധ പിതൃമേധാദി വിവരണം ച പ്രപഞ്ചിതം. തുടർന്നുള്ള ഭാഗത്തിൽ പുരുഷമേധം സർവമേധം പിതൃമേധം തുടങ്ങിയവയുടെ വിവരണം ചെയ്യുന്നു. അന്തിമശ്ച അധ്യായ ഈശാവാസ്യോപനിഷത് രൂപ. 40-ാമത്തെ അവസാനത്തെ അധ്യായം എന്താണ്? ഈശാവാസ്യോപനിഷത്താണ്. ശുക്ലയജുർവേദസ്യ സംഹിത ഇവ വാജസനേയി സംഹിത കഥ്യത്തെ. അപ്പോൾ ശുക്ലയജുർവേദത്തിൻ്റെ സംഹിതയാണ് വാജസനേയി സംഹിത. താദൃശനാമകരണേ ബീജം ത്വിദം കഥ്യത്തെ യത് യാജ്ഞവൽക്യേന ആരാധിത സൂര്യോ വാജീ ഭൂത്വാ തസ്മൈ വേദം പ്രോക്തവാൻ അതസ്തദുക്ത സംഹിത വാജസനേയി സംഹിത സമാഖ്യാത. അപ്പോൾ എന്തുകൊണ്ടാണ് ശുക്ലയജുർവേദ സംഹിതയെ വാജസനേയി സംഹിത എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, യാജ്ഞവൽക്യൻ സൂര്യനെ ആരാധിച്ചിട്ടാണല്ലോ ഈ വേദം, സൂര്യനെ ഉപദേശിച്ചിട്ടാണല്ലോ അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ സൂര്യൻ വാജിയായിട്ട് ഒരു കുതിരയുടെ രൂപത്തിൽ വന്നിട്ടാണ് യാജ്ഞവൽക്യന് വേദം ഉപദേശിച്ചത്. അപ്പോൾ വാജി ഉപദേശിച്ചതുകൊണ്ട് വാജസനേയി സംഹിത എന്ന പേര് വന്നു. ശുക്ലയജുർവേദസ്യ മാധ്യന്തിന ശാഖ കണ്വശാഖ ചേതി ദ്വേ ശാഖേ. ശുക്ലയജുർവേദത്തിന് മാധ്യന്തിന ശാഖ എന്നും കണ്വശാഖ എന്നും 2 ശാഖകളുണ്ട്. പ്രഥമ ഉത്തരഭാരത്തെ പ്രാപ്യത്തെ. മാധ്യന്തിന ശാഖ ഉത്തര ഭാരതത്തിലാണ്. ദ്വിതീയാച മഹാരാഷ്ട്രയെ. കണ്വശാഖ മഹാരാഷ്ട്രയിലാണ് ഉള്ളത്. അനയോः ശാഖയോः സംഹിതേ ഭിന്നേ സത്യാവപി സ്വൽപ്പമേവ ഭേദം ധാരയതഃ ബഹുഷു അംശേഷു തുല്യത വർത്തതെ. അപ്പോൾ ഈ മാധ്യന്തിന ശാഖയ്ക്കും കണ്വശാഖയ്ക്കും കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ടെങ്കിലും വലിയ വ്യത്യാസങ്ങൾ പറയാനില്ല. കൃഷ്ണയജുർവേദസ്യ ചതസ്രഃ ശാഖഃ പ്രാപ്യന്തെ. കൃഷ്ണയജുർവേദത്തിന് കൃഷ്ണയജുർവേദത്തിന് 4 ശാഖകളുണ്ട്. തൈത്തിരീയ ശാഖ, മൈത്രായണീയ ശാഖ, കാഠക ശാഖ, കഠകാപിഷ്ഠല ശാഖ എന്നിങ്ങനെ. തൈത്തിരീയ ശാഖ ഒന്നാമത്തേത്. ഇയം പ്രധാന ശാഖ അത്ര സപ്തഖണ്ഡാः ते च खण्डाः अष्टकशब्देन काण्डशब्देन च व्यवह्रियन्ते. प्रतिकाण्डं कतिपयेऽध्याया प्रपाठकनाम्ना ख्याताः. इमे प्रपाठका बहुषु अनुवाकेषु विभक्ताः सन्ति. തൈത്തിരീയ ശാഖയാണ് കൃഷ്ണയജുർവേദത്തിൻ്റെ പ്രധാന ശാഖ. ഇതിൽ 7 ഖണ്ഡങ്ങളുണ്ട്. ഈ ഖണ്ഡങ്ങൾ അഷ്ടകം അല്ലെങ്കിൽ കാണ്ഡം എന്നൊക്കെ അറിയപ്പെടുന്നു. ഓരോ കാണ്ഡത്തിലും അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങൾ പ്രപാഠകം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പ്രപാഠകങ്ങൾ പല അനുവാകങ്ങളായിട്ട് വിഭജിച്ചിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ മൈത്രായണീ സംഹിത. ഇമേ ദ്വേ അപി. മൈത്രായണീ സംഹിത മൂന്നാമത്തെ കാഠക സംഹിത. ഇമേ ദ്വേ അപി സംഹിതേ തൈത്തിരീയ സംഹിതാം അനുകുരുത്തുഃ കേവലം ക്രമേ യത്ര പാർത്ഥക്യം വിദ്യത്തെ. അതായത് ഇവ തൈത്തിരീയ സംഹിതയെ അനുകരിക്കുന്ന സംഹിതകളാണ് എന്ന് പറയുന്നു. അഥർവവേദ പരിചയ. ഇനി അടുത്തത് അഥർവവേദ പരിചയമാണ്. അപ്പോൾ ഇത്രയും എന്താണ് പറഞ്ഞത് ശുക്ല യജുർവേദ പരിചയത്തിൽ. അപ്പോൾ അധ്വർയു എന്ന് പറയുന്ന പ്രധാന ഋത്വിക്ക് യജുർവേദിയാണ്. അപ്പോൾ അധ്വർയുവിന് ഉച്ചരിക്കാനുള്ള മന്ത്രങ്ങളൊക്കെ അടങ്ങിയതാണ് യജുർവേദം. അപ്പോൾ യജ്ഞത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വേദമാണ് യജുർവേദം. ഈ യജുർവേദം 2 തരത്തിലുണ്ട്. കൃഷ്ണ യജുർവേദം, ശുക്ല യജുർവേദം. അപ്പോൾ കൃഷ്ണ യജുർവേദവും ശുക്ല യജുർവേദവും ഉണ്ടാകാനുള്ള ഒരു കഥ പറഞ്ഞു. പിന്നെ ശുക്ലയജുർവേദത്തിൽ 40 അധ്യായങ്ങളുണ്ട്. അതിലെ അവസാനത്തെ അധ്യായമാണ് ഈശാവാസ്യോപനിഷത്ത്. ഇനി കൃഷ്ണയജുർവേദത്തിൽ 4 ശാഖകളുണ്ടെന്ന് പറഞ്ഞു. അതൊരു പക്ഷം മാത്രമാണ്. ഇതിലധികം ശാഖകളുണ്ടെന്നും പറയുന്നുണ്ട്. ഇനി അടുത്തതാണ് അഥർവവേദ പരിചയമാണ്. ആഭിചാരക്രിയായാः പ്രാധാന്യേന പ്രതിപാദകോऽयं വേദः അഥർവനാമക ഋഷിണാ
ദൃഷ്ടത്വാത് അഥർവവേദ ഇത്യുച്യത്തെ. അത്ര വേദേ, അതായത് ആഭിചാര ക്രിയയ്ക്ക് പ്രാധാന്യമുള്ള വേദമാണിത്. ഇത് അഥർവൻ എന്നു പേരായിട്ടുള്ള ഋഷിയാണ് ഇത് അദ്ദേഹത്തിനാണ് ഇത് കാണപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ഇത് അഥർവവേദം എന്നറിയപ്പെടുന്നു. ഈ വേദത്തിൽ 20 കാണ്ഡങ്ങളുണ്ട്, 731 സൂക്തങ്ങളുണ്ട്, 5987 മന്ത്രങ്ങളുണ്ട്. യേഷു മന്ത്രേഷു 12 മന്ത്രാ ഋഗ്വേദേപി ദൃശ്യന്തെ. ഈ മന്ത്രങ്ങളിൽ 112 മന്ത്രങ്ങൾ ഋഗ്വേദത്തിലുമുണ്ട്. വിംശകാണ്ഡേ വിംശകാണ്ഡത്തിൽ 153 സൂക്തങ്ങളുണ്ട്. തേഷു 12 സൂക്താനി അതിരിച്ച് ശേഷാണി സർവാണ്യപി ഋഗ്വേദസ്യ ദശമമണ്ഡലേ സമുപലഭ്യന്തെ. അപ്പോൾ വിംശകാണ്ഡത്തിൽ 153 സൂക്തങ്ങളുണ്ട്. അതിൽ 12 സൂക്തങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ സൂക്തങ്ങളും ഋഗ്വേദത്തിൻ്റെ 10ാമത്തെ മണ്ഡലത്തിൽ ലഭ്യമാണ്. അഥർവവേദസ്യ 9 ശാഖാ ആസൻ. പരം സംപ്രതി ശൗനക-പിപ്പലാദസമാഖ്യേ 2 ഏവ ശാഖേ പ്രാപ്യത്തെ. അഥർവവേദത്തിന് 9 ശാഖകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ശൗനക, പിപ്പലാദ ഈ 2 ശാഖകൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. പ്രചലിത അഥർവസംഹിത ശൗനക ശാഖാന്തർഗത പൈപ്പലാദ ശാഖാസംഹിതാപി അനതിചിരേണൈവ മുദ്രിത. ഏറ്റവും പ്രചാരമുള്ള അഥർവസംഹിത ശൗനക ശാഖയുടെയാണ്. പൈപ്പലാദ ശാഖയുടെയും മുദ്രിതമായിട്ടുണ്ട്, അച്ചടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇത്രയാണ് അഥർവവേദ പരിചയം. അപ്പോൾ ആഭിചാരക്രിയയ്ക്ക് പ്രാധാന്യമുള്ള വേദമാണ്. ഇതിൽ 2 ശാഖകളാണ് പ്രധാനമായിട്ടുള്ളത്, ശൗനക ശാഖയും പിപ്പലാദ ശാഖയും എന്ന് പറയുന്നു. ഇനി അടുത്തത് ബ്രാഹ്മണ ഗ്രന്ഥ പരിചയ എന്നുള്ളതാണ്. ബ്രാഹ്മണ ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുക. ബ്രാഹ്മണ ഗ്രന്ഥം വേദോ ദ്വിവിധോ മന്ത്രരൂപോ ബ്രാഹ്മണരൂപശ്ചേത്യുക്തം തദയം ബ്രാഹ്മണഭാഗോപി വേദ ഏവ. ബ്രഹ്മ വേദസ്തദ്വയാഖ്യാ ബ്രാഹ്മണ ഇതി കേചിത്. വേദശേഷഭൂതാ ഇമേ ബ്രാഹ്മണഗ്രന്ഥാ യജ്ഞാനുഷ്ഠാനസ്യ വിസ്തൃതം വർണ്ണനം കുർവന്തി. കതിചന കഥാ അപി ബ്രാഹ്മണേഷു പ്രാപ്യത്തെ. പ്രത്യേകവേദശാഖാനുസാരേണ ബ്രാഹ്മണാ ആരണ്യകഗ്രന്ഥാശ്ച ഭിന്നാഃ സന്തി. തത്ര ബ്രാഹ്മണാ യഥാ. വേദം 2 വിധത്തിലാണെന്ന് മുൻപ് പറഞ്ഞു, മന്ത്രരൂപവും ബ്രാഹ്മണരൂപവും. അപ്പോൾ ഈ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ യജ്ഞാനുഷ്ഠാനത്തെ വിസ്തരിച്ച് വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ വേദശാഖയ്ക്കും അനുസരിച്ച് ബ്രാഹ്മണങ്ങൾ അതുപോലെ ആരണ്യക ഗ്രന്ഥങ്ങളൊക്കെ വ്യത്യസ്തങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ ഋഗ്വേദസ്യ ഐതരേയ ബ്രാഹ്മണ കൗശീതകി ബ്രാഹ്മണം ചേതി ബ്രാഹ്മണദ്വയം. ഋഗ്വേദത്തിന് 2 ബ്രാഹ്മണങ്ങളാണുള്ളത്, ഐതരേയ ബ്രാഹ്മണവും കൗശീതകി ബ്രാഹ്മണവും. അനയോരൈതരേയ ബ്രാഹ്മണമതി പ്രഥിതം. ഇതിൽ വളരെ പ്രശസ്തമായതാണ് ഐതരേയ ബ്രാഹ്മണം. അത്ര അഷ്ടൗ പഞ്ചികാഃ പ്രതിപഞ്ചികം പഞ്ചാധ്യായ ഇതി മിളിത്വ. അതായത് ഇതിൽ 8 പഞ്ചികകളുണ്ട് ഈ ഐതരേയ ബ്രാഹ്മണത്തിൽ. ഓരോ പഞ്ചികയിലും 5 അധ്യായങ്ങളുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 40 അധ്യായങ്ങളുണ്ട്. കൗശീതകി ബ്രാഹ്മണേ കേവലം 30 അധ്യായാഃ. കൗശീതകി ബ്രാഹ്മണത്തിൽ 30 അധ്യായങ്ങളാണ് ഉള്ളത്. സാമവേദസ്യ ബഹവോ ബ്രാഹ്മണഭാഗാഃ സന്തി. യേഷു താണ്ഡ്യബ്രാഹ്മണം പ്രസിദ്ധതരം. സാമവേദത്തിന് ഒരുപാട് ബ്രാഹ്മണ ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ താണ്ഡ്യബ്രാഹ്മണം വളരെ പ്രസിദ്ധമാണ്. അയം ഗ്രന്ഥഃ 25 അത ഏവ 25 ബ്രാഹ്മണസംജ്ഞയാപി പ്രസിദ്ധ്യതി. ഈ താണ്ഡ്യബ്രാഹ്മണം അതിൽ 25 അധ്യായങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് 25 ബ്രാഹ്മണം എന്നുകൂടി അറിയപ്പെടുന്നു.
കൃഷ്ണയജുർവേദസ്യ തൈത്തിരീയബ്രാഹ്മണനാമ ബ്രാഹ്മണഭാഗോ വിദ്യത്തെ. ശുക്ലയജുർവേദസ്യ ശതപഥബ്രാഹ്മണം നിതാന്തപ്രസിദ്ധം അത്ര ശതമധ്യായ വിദ്യന്തെ. കൃഷ്ണയജുർവേദത്തിൻ്റെ ബ്രാഹ്മണാണ് തൈത്തിരീയ ബ്രാഹ്മണം. ശുക്ലയജുർവേദത്തിൻ്റെ ബ്രാഹ്മണാണ് ശതപഥ ബ്രാഹ്മണം. ഈ ശതപഥ ബ്രാഹ്മണത്തിൽ 100 അധ്യായങ്ങളുണ്ട്. അഥർവവേദസ്യ ഗോപഥ ബ്രാഹ്മണം അത്ര ഖണ്ഡദ്വയമേവ. പ്രഥമഖണ്ഡേ 5 അധ്യായാः, ദ്വിതീയേ ച ഷഡ്. ബ്രാഹ്മണഗ്രന്ഥേഷു സർവതോ നവോയം ഗ്രന്ഥഃ കഥ്യത്തെ. അഥർവവേദത്തിൻ്റെ ബ്രാഹ്മണമാണ് ഗോപഥ ബ്രാഹ്മണം. ഇതിൽ 2 ഖണ്ഡങ്ങളുണ്ട്. ആദ്യത്തെ ഖണ്ഡത്തിൽ 5 അധ്യായങ്ങൾ, രണ്ടാമത്തേൽ 6 അധ്യായങ്ങൾ. ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിൽ സർവതോ നവോയം ഗ്രന്ഥഃ എന്ന് ഇതിനെ പറയുന്നു. എവമേവ ഋഗ്വേദസ്യ ആരണ്യകദ്വയം ഐതരേയമാരണ്യകം ശാഖായനാരണ്യകം ച. ഇനി ഋഗ്വേദത്തിൻ്റെ ആരണ്യകങ്ങൾ നോക്കുകയാണെങ്കിൽ 2 ഐതരേയ ആരണ്യകവും ശാഖായന ആരണ്യകവും. കൃഷ്ണയജുർവേദത്തിൻ്റെ ആരണ്യകമാണ് തൈത്തിരീയ ആരണ്യകം. സാമവേദസ്യ ജൈമിനീയ ശാഖായാः ജൈമിനീയോപനിഷദ് ബ്രാഹ്മണമേവ തവലകാരാരണ്യകമിതി നാംന പ്രസിദ്ധം. സാമവേദത്തിൻ്റെ ജൈമിനീയ ശാഖയിലെ ജൈമിനീയോപനിഷദ് ബ്രാഹ്മണം തന്നെയാണ് തവൽകാരാരണ്യകം എന്നറിയപ്പെടുന്നത്. അസ്മിൻ സാമമന്ത്രാണാം ശോഭന വ്യാഖ്യാകൃത. ഇതിലെ സാമമന്ത്രങ്ങളെ വളരെ നല്ല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇയം സാമവേദാരണ്യ സംഹിത സത്യവ്രത സാമശ്രമിണ. ഈയൊരു സാമവേദാരണ്യ സംഹിത സത്യവ്രത സാമശ്രമി എന്ന് പറയുന്ന ആചാര്യൻ 1878 മുദ്രണം ചെയ്ത് പ്രകാശിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഉപനിഷത് പരിചയ. ഇനി ഉപനിഷത്ത് പരിചയമാണ്. വേദാന്ത ഉപനിഷത ഇത്യാഖ്യായന്തെ. ഉപനിഷത് ശബ്ദസ്യ രഹസ്യമർത്ഥഃ അധ്യാത്മവിദ്യാരഹസ്യ പ്രതിപാദക വേദഭാഗ ഉപനിഷദഃ കഥ്യന്തെ. വേദാന്തം തന്നെയാണ് ഉപനിഷത്ത്. ഉപനിഷത്ത് എന്ന ശബ്ദത്തിന് രഹസ്യമെന്നർത്ഥമാണ്. അധ്യാത്മവിദ്യയുടെ രഹസ്യത്തെ പ്രതിപാദിക്കുന്ന വേദഭാഗത്തിനെയാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. മുക്തികോപനിഷദി ഉപനിഷദാം സംഖ്യ. മുക്തികോപനിഷത്തിലെ ഉപനിഷത്തുക്കളുടെ സംഖ്യ 108 എന്ന് പറയുന്നു. തത്ര 10 ദശ ഉപനിഷദഃ. ഈ 108 എണ്ണത്തിൽ 10 ഉപനിഷത്തുക്കൾ ഋഗ്വേദ സംബന്ധങ്ങളാണ്. 19 ശുക്ലയജുർവേദ സംബന്ധങ്ങളാണ്. 32 കൃഷ്ണയജുർവേദ സംബന്ധങ്ങളാണ്. 16 സാമവേദ സംബന്ധങ്ങളാണ്. 31 അഥർവവേദ സംബന്ധങ്ങളാണ്. വേദാന്താചാര്യ ഏതാസു ഉപനിഷത്സു കതിചന ഉപനിഷദഃ സ്വമതാനുസാരി വ്യാഖ്യയാ ഭൂഷിതവന്തഃ. താസു ദശോപനിഷദഃ പ്രസിദ്ധാഃ. അപ്പോൾ വേദാന്ത ആചാര്യന്മാർ ഇതിൽ പ്രധാനപ്പെട്ട ചില ഉപനിഷത്തുക്കളൊക്കെ എടുത്തിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിൽ 10 ഉപനിഷത്തുക്കൾ പ്രസിദ്ധങ്ങളാണ്. ഏതൊക്കെയാണ് ആ ദശോപനിഷത്ത്? ഈശകേന കഠപ്രശ്ന മുണ്ട മാണ്ഡൂക്യ തൈത്തിരീയ ഐതരേയ ഛാന്തോഗ്യ ബൃഹദാരണ്യകോപനിഷത്തുക്കളാണ് ആ 10. ശ്വേതാശ്വേതരോപനിഷത്ത് ഏകാദശിയപ്പി പ്രസിദ്ധ. അതുപോലെ 11 ശ്വേതാശ്വേതര ഉപനിഷത്തും പ്രസിദ്ധമാണ്. കതിചന ഉപനിഷദോ ഗദ്യാത്മികാഃ കതിചന പദ്യാത്മികാഃ കതിചന ഗദ്യപദ്യോഭയാത്മികാശ്ച. ആസാം ഉപനിഷദാം രചനാകാലോ ഭിന്നഭിന്നഃ പരം പ്രസിദ്ധാഃ കതിചന ഉപനിഷദോ ബുദ്ധകാലാത് പ്രാചീനൈവേതി സർവസമ്മതം. ഇതിൽ ചില ഉപനിഷത്തുക്കൾ ഗദ്യരൂപത്തിലാണ്, ചിലത് പദ്യരൂപത്തിലാണ്, ചിലത് ഗദ്യപദ്യ ഉഭയരൂപത്തിലാണ്. ഈ ഓരോ ഉപനിഷത്തിൻ്റെയും രചനാകാലം ഭിന്ന ഭിന്നമാണ്. ചില പ്രസിദ്ധങ്ങളായിട്ടുള്ള ഉപനിഷത്തുക്കളൊക്കെ ബുദ്ധകാലത്തിനും മുൻപുള്ളതാണെന്ന് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്. ഉപനിഷദോ ഭാരതീയ അധ്യാത്മവിദ്യായ ജ്വലന്തി രത്നാനി. മഹർഷയോ യാനി ആധ്യാത്മിക തത്വാനി ജ്ഞാനദൃശ സാക്ഷാദകുർവൻ താനി സർവാണി തത്വാന്യത്ര വർണ്ണിതാനി. ഉപനിഷത്തുക്കൾ എന്ന് പറയുന്നത് ഭാരതീയ അധ്യാത്മവിദ്യാ പാരമ്പര്യത്തിൻ്റെ ജ്വലിക്കുന്ന രത്നങ്ങളാണ്. വളരെ ആഴമേറിയ ഗഹനങ്ങളായിട്ടുള്ള ചിന്തകൾ ഈ ഉപനിഷത്തുക്കളിൽ വർണ്ണിച്ചിട്ടുണ്ട്. 17 ശതകേ ധാരാശി കോഹനാമ
ഷാഹജഹാൻ നാംനഃ യവനസമ്രാജः പുത്രः സംഖ്യാകാः ഉപനിഷദः പാരസീഭാഷായാം ബ്രാഹ്മണപണ്ഡിതാനാം സഹായേന അനുവാദിതവാൻ. 17-ാം നൂറ്റാണ്ടിൽ ദാരാശികോഹ നാംന യവന സമ്രാട്ടായിരുന്ന ഷാജഹാൻ എന്നു പേരായിട്ടുള്ള ചക്രവർത്തിയുടെ പുത്രനായിട്ടുള്ള ദാരാഷിക്കോ എന്നു പേരുള്ള ആൾ 50 ഉപനിഷത്തുക്കളെ പാർസി ഭാഷയിലേക്ക് ബ്രാഹ്മണ പണ്ഡിതന്മാരുടെ സഹായത്തോടെ തർജ്ജമ ചെയ്തു. ഷോപ്പൻഹാവർ നാമ പ്രസിദ്ധോ വൈദേശികോ ദാർശനികോപനിഷദഃ സ്വഗുരുഷു ഗണയതി സ്മ. सम्प्रत्यपि पाश्चात्येषु उपनिषदां महान् प्रभावो विद्यते. प्रायः सर्वास्वेव सभ्यभाषासु आसाम् उपनिषदाम् अनुवादो जातः. ഈ ഷോപ്പൻഹോവർ എന്ന് പറയുന്ന അദ്ദേഹം ഉപനിഷത്തുക്കളെ തൻ്റെ ഗുരുവായിട്ടാണ് കണ്ടിരുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ എപ്പോഴും ഉപനിഷത്തുക്കളുടെ വലിയ പ്രഭാവമുണ്ട്. പല ഭാഷകളിലേക്കും ഉപനിഷത്തുക്കളെ ഇപ്പോൾ അനുവാദം ചെയ്തു കഴിഞ്ഞു. ഉപനിഷദോ അതിസരളശൈല്യാം തത്വം ഗ്രാഹയന്തി തേന താസാം മഹത്വം ലോകപ്രിയത്വം ചാനുദിനം അവർദ്ധത. ആസാം തത്വപ്രകാശനശൈലി യഥാ ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവ തു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃ പ്രഗ്രഹമേവ ച ഇന്ദ്രിയാണി വിദ്ധി മനഃ പ്രഗ്രഹമേവ ച ഇന്ദ്രിയാണി ഹയാനാഹുർവിഷയാംസ്തേഷു ഗോചരാൻ ആത്മേന്ദ്രിയമനോയുക്തം ഭോക്തേത്യാഹുർമനീഷിനഃ. ഭഗവത്ഗീതാപ്യുപനിഷദ് ഇവേതി ബോധ്യം. അതായത് നമ്മുടെ ഉപനിഷത്ത് ചിന്തയെ ഉദാഹരിച്ചുകൊണ്ട് ഒരു ശ്ലോകം കൊടുത്തിരിക്കുകയാണ്. ആത്മാവിനെ രഥത്തിലിരിക്കുന്നവനായിട്ട് കണക്കാക്കുക, ശരീരത്തെ രഥമായിട്ട് കണക്കാക്കുക, ബുദ്ധിയെ സാരഥിയായിട്ട് മനസ്സിലാക്കുക, മനസ്സിനെ കടിഞ്ഞാണായിട്ട് കണക്കാക്കുക, ഇന്ദ്രിയങ്ങളെ കുതിര ആയിട്ടും വിഷയങ്ങളെ അവയ്ക്ക് ഗോചരമായിട്ടുള്ളതായിട്ടും ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേത്യാഹുർമനീഷിണഃ എന്ന് പറയുന്നു. അപ്പോൾ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകമാണ്. അപ്പോൾ ഭഗവത്ഗീതയും ഉപനിഷത്താണ് എന്ന് പറയുന്നു. ക്ഷമിക്കണം, ഇത് ഭഗവത്ഗീതയിലെ ശ്ലോകമല്ല. ഇത് കഠോപനിഷത്തിലെ 3-ാം വല്ലിയിലെ കഠോപനിഷത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ വല്ലിയിലെ 3-ാമത്തെ മന്ത്രമാണ്. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവ തു ബുദ്ധി തു സാരഥിം വിദ്ധി മനഃ പ്രഗ്രഹമേവ ച. ഇതിൻ്റെ അർത്ഥം ആത്മാവിനെ രഥിയെന്നും തേരാളിയെന്നും അറിയുക, ശരീരത്തെ രഥം തന്നെയെന്ന് അറിയുക, ബുദ്ധിയെ സാരഥിയെന്നും മനസ്സിനെ കടിഞ്ഞാണെന്നും അറിയുക. ഇനി അടുത്ത 4-ാമത്തെ മന്ത്രം. ഇന്ദ്രിയാണി ഹയാനാഹുർവിഷയാംസ്തേഷു ഗോചരാൻ ആത്മേന്ദ്രിയമനോയുക്തം ഭോക്തേത്യാഹുർമനീഷിണഃ. അതായത് ഇന്ദ്രിയങ്ങളെ കുതിരകളെന്ന് പറയുന്നു, വിഷയങ്ങളെ കുതിരകളായിട്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വിഷയങ്ങളെ കുതിരകളായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് പോകുവാനുള്ള വഴികളെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ആത്മാവ്, ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഇവയോടുകൂടിയ ആത്മാവിനെ മനീഷികൾ, വിവേകികൾ, സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്ന സംസാരി എന്ന് പറയുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അതിവിടെ എങ്ങനെയാണ് ഭാരതത്തിലെ ഒരു ചിന്ത
ആഴത്തിലേറിയ ചിന്ത പോകുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊരു ശ്ലോകം പറഞ്ഞതാണ്. ഇത് കഠോപനിഷത്തിലെ 1-ാം അധ്യായത്തിലെ 3-ാമത്തെ വല്ലിയിലെ 3ഉം 4ഉം മന്ത്രങ്ങളാണ്. ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. നമസ്കാരം.